നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ സ്കൂള് മൊത്തത്തിൽ സാനിറ്റൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അതുപോലെ ബെഞ്ച്, ഡെസ്ക് കാര്യങ്ങളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതുപോലെ ബാത്റൂം നമുക്ക് പറയേണ്ടതില്ലല്ലോ, വളരെ അലങ്കോലമായി കിടക്കരുത്. അതുപോലെ കിണർ ക്ലീൻ ചെയ്യണം, അതുപോലെ ടാങ്ക് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇന്ന് നമുക്ക് ചെയ്യാനുണ്ട്. അതായത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം കേട്ടോ. നമ്മുടെ നാട്ടിലെ ഏക ഗവൺമെൻറ് LP സ്കൂളാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. അത് എൻ്റെ മോനൊക്കെ പഠിക്കുന്ന സ്കൂൾ, അത് ഞാനൊക്കെ പഠിച്ച സ്കൂൾ. അപ്പോൾ എന്നോടൊപ്പം ഉള്ളതെന്ന് പറയുന്ന ഒരു നാട്ടിലെ വലിയ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ ആളുകളുണ്ട്. കുറച്ച് ആളുകളൊക്കെ അപ്പുറത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. എന്നോടൊപ്പം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതായത് ക്ലബ്ബത്തെ മുഴുവൻ ആളുകളും സജ്ജല്ലേ, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അതുപോലെ ആദ്യം കുറച്ച് ഉദ്ഘാടനത്തിന് കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്ലീനിങ് തുടങ്ങാം കേട്ടോ. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വലിയേട്ട ഈ വിദ്യാലയമാണ്, നമ്മുടെ വിദ്യാലയം തന്നെയാണ് ശുചീകരണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കാരാകുർശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ അവറുകളാണ്. ആ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൂടെയുണ്ടാകും. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നൽകുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മളെ കുടുംബശ്രീ പ്രവർത്തകരുണ്ടല്ലോ, അതായത് NREGSൻ്റെ ആളുകൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്കൂളിൻ്റെ അകം ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ കിണറുണ്ടല്ലോ, കിണർ അതൊക്കെ ഒന്ന് ശുചീകരിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള പണി അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇട്ടാൽ മതിയോ? ക്ലോറിൻ്റെ അതിന്റെ അടി ഒഴിക്കണം. നെല്ലിപ്പടി പറഞ്ഞാ നെല്ലിപ്പല കാരണം അതിൽ വെക്കും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള വെള്ളമാണ്, നല്ല തണുപ്പുണ്ടാവും. നെല്ലിമരത്തിൻ്റെ അപ്പോൾ ഈ കിണറിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ലേ, ഈ കിണറിനകത്ത് നെല്ലിപ്പലക ഇട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നെല്ലിക്ക വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു തണുപ്പ്, ഒരു വേറെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കാലങ്ങളായിട്ട്, അതായത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനകത്ത് നെല്ലിപ്പലക ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. അവർ സ്കൂളിലെ സ്റ്റാഫാണ് അവർ. അത് ആദ്യത്തെ അറിവാട്ടോ. കാരണം നമ്മൾ 4 വരെ ഇവിടെ പഠിച്ച് ഒരുപാട് കാലമായിട്ട് ഇവിടെ തന്നെ ജീവിക്കണം. പിന്നെ നെല്ലിപ്പലക കിണറിൽ ഇറക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം. നമുക്കിതിൻ്റെ ഓടുകൂടെ മാറ്റാണ്ട്, ഓടുകൾ പൊട്ടി ഓടുകളൊക്കെ നമ്മൾ മാറ്റാണ്ട്. അപ്പോൾ ആര് കയറിസാക്കോ അതാണ് ഇപ്പോൾ വലിയൊരു ടാസ്ക് ഉള്ളത്. നമ്മളത് പ്രതീക്ഷിച്ചിട്ടില്ല വരുമ്പോൾ അല്ലേ, ഓട് മാറ്റം പ്രതീക്ഷിച്ചില്ല. അല്ല പറ്റും കൊണ്ടല്ല, അങ്ങനെ ചിന്തി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ചതല് ഇരുമ്പിലോ വന്നിക്കണം. ഉണ്ടോ? അന്ന് സ്വീകരിക്കാം. ഇത് നമുക്ക് ഈ സ്കൂള് സാനിറ്റൈസ് ചെയ്യാൻ പോകണം. പിന്നെ അതുപോലെ നമ്മൾ മരങ്ങൾ മുറിച്ചു, പിന്നെ അത്യാവശ്യം കൂടുതൽ മാറ്റി. പിന്നെ എന്താണ് വലിയൊരു പ്ലംബിംഗ് പൊട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ ക്ലബിൻ്റെ ആളുകൾ തന്നെ മാറ്റുന്നു. ആ സമയത്ത് നമ്മൾ മരം മുറിക്കണം അവിടെ. എടാ നമ്മൾ അടിച്ച് വെള്ളം ഇങ്ങനെ ഒഴിവാക്കാൻ പുറത്ത് കൊണ്ടുവന്നേ.
ഈ ഒരു ക്ലീനിങ് കാരണം കൊണ്ടേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു ഭയങ്കര ഒരുപാട് വർഷം പിന്നിക്ക് പോയല്ലോ കേട്ടോ. കാരണം ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച ഈ ക്ലാസ് അത് മോനോടൊപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്താല്ലേ, അതായത് സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ പഠിപ്പിച്ച മാഷന്മാർ പലരും ഇപ്പോൾ ഇല്ല. അതായത് മരണപ്പെട്ടു പോയിരിക്കുന്നുള്ള 1-2 പേരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഇരുന്ന നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്ഥലമാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഇത് നമ്മുടെ ക്ലബിൻ്റെ സെക്രട്ടറി ആണോ, അതൊക്കെ ഫുള്ള് ആക്റ്റീവാണ്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞാൽ ഓട് മാറ്റാൻ ചെറിയൊരു പയ്യനാണ്, കുറച്ച് വയറുള്ള ഒരാൾ ആണ്, നമ്മൾ നേരത്തെ കണ്ടില്ലേ. പിന്നെ ഇനി ഉള്ളത് നമ്മൾ ഈ ബെഞ്ചൊക്കെ ശരിക്കാക്കിയിട്ടല്ലേ പോണ് അല്ലേ? അതെ. അടുത്ത പരിപാടി നമ്മൾ ഈ ബാത്റൂം ക്ലീൻ ചെയ്യല കേട്ടോ. ഉള്ളിൽ ഓൾറെഡി നമ്മുടെ സെക്രട്ടറിയും അതുപോലെ സുഹൃത്തൊക്കെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഇടുക്കില്ലേ ബാത്റൂം. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 വർഷമായിട്ട് യാതൊരു ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലമാണ്. ശരിക്കും നമ്മൾ എന്താ പറയുക, നമ്മളൊരു വീട് ഒരു മാസം നമ്മൾ ഉപയോഗിക്കാനുള്ള അവസ്ഥ എന്താ അത് നമുക്കറിയില്ല. വെള്ളം കൊടുത്തത് വെള്ളം കൊടുക്കുക. നമ്മളെ കൊറേ ഇങ്ങനെ പണിയെടുത്തിട്ടേ പിന്നെ ഇതേപോലെ ചായയും നല്ലൊരു ഇതല്ല. അടിപൊളി അതായത് കൂട്ടായ്മ. ശരി പോടോ. അപ്പോൾ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടോ. ഏകദേശം അല്ല, ആ ഒരു സ്റ്റേജ് മാത്രമേ ഇനി സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം പോലെ കേട്ടോ ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾ ഉദയ ക്ലബ്ബ് ഏകദേശം ക്ലബിൻ്റെ സെക്രട്ടറി നമ്മളവിടെ പണ്ട് ഒരു 25 കൂടുതൽ, അതായത് നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഈ ഒരു കൂട്ടായ്മ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ വോളിബോൾ കളിക്കുന്നുണ്ട്. ഒരു 30-40 കൂടുതൽ ആളുകൾ തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളൊരു ഉത്തരവാദിത്തമായിട്ടല്ലേ, അതൊരു നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഏറ്റെടുത്തത്. കാരണം നമ്മൾ പഠിച്ച സ്കൂളിൽ ഇപ്പോൾ നമ്മളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോവിഡ് സമയത്ത് നമ്മൾ നവംബർ 1 സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്ത കാര്യങ്ങൾ പറയാം. ശരിപ്പേ നമ്മൾ ക്ലാസ് റൂമുകൾ വൃത്തിയാക്കി, സാനിറ്റൈസ് ചെയ്ത് അടിച്ച് വൃത്തിയാക്കി, വെള്ളം അടിച്ച് സോപ്പ് പൊടി ഇട്ട് ബെഞ്ച് ഡെസ്കുകളൊക്കെ സാനിറ്റൈസ് ചെയ്ത് ക്ലാസ് റൂം കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആക്കി. പിന്നെ നമ്മൾ ചുറ്റുപാടുകൾ കാട് വെട്ടി, മരങ്ങൾ കുട്ടികൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ വെട്ടി, അതുപോലെ നമ്മൾ വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യൽ നല്ലൊരു കാര്യം കേട്ടോ. വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യൽ, ക്ലോറിൻ ചെയ്തു. പിന്നെ ബാത്റൂമൊക്കെ വളരെ ശോചനീയ അവസ്ഥയായിരുന്നു കേട്ടോ. 1.5 വർഷമായിട്ട് 2 വർഷം കഴിഞ്ഞു അടച്ചിടുന്ന ഒരു ബാത്റൂം. പിന്നെ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് അതിന് ഇതായിരുന്നു കേട്ടോ, മറ്റേ ഓട് മാറ്റി അല്ലേ. ഓട് മാറ്റി നമ്മളെ ക്ലബിലത്തെ പ്രവർത്തകർ തന്നെ ഓട് മാറ്റി, മരം വെട്ടി മാറ്റി മുറിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇനി ഇവർക്ക് വറകായിട്ട് ഉപയോഗിക്കാം. വേറെ എന്താ പ്രത്യേകിച്ചുള്ളത്, അതുപോലെ കിണർ ക്ലോറിനേറ്റ് ചെയ്തു, വൃത്തിയാക്കി. അതുപോലെ ഇവിടെയുള്ള ഈ കിച്ചൺ, അത് കുട്ടികളുടെ ഡൈനിങ് ഹാൾ വൃത്തിയാക്കി. പിന്നെ അതേ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത ടാങ്ക്, അങ്ങനെ അതെ മെയിനായിട്ട് നമ്മൾ ചെയ്തത് ബാത്റൂം തന്നെ കേട്ടോ. ബാത്റൂം വളരെ പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ സ്റ്റേജ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിയാറായി. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് ഡെസ്കുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം, അറേഞ്ച് ചെയ്യുക എന്നുള്ള ഇതാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഇതുപോലുള്ള സ്കൂളുകളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സംഘടനകളും ക്ലബ്ബുകളൊക്കെ മുമ്പോട്ട് വരണം എന്ന് തന്നെയാണ്. എല്ലായിടത്തും ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ചിലരൊക്കെ ചിലപ്പോൾ പണിക്കാരെ കൂട്ടി ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. ചിലപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളൊക്കെ ആണെങ്കിൽ പലരും ഇറങ്ങാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ PTA മാത്രം ബാധ്യതയൊന്നും അല്ല ഇത്, അല്ലേ? സമൂഹത്തിൻ്റെ ബാധ്യത. അതെ, PTA ബാധ്യതയല്ല. ചിലരൊക്കെ PTA ചെയ്യട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കും. അങ്ങനെ ഒന്നും നമ്മൾ കണക്കൂട്ടരുത്. നമ്മൾ മുമ്പിട്ട് ഇറങ്ങാം നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം.